Good morning, all. Good morning, ma'am. Good morning. Good morning, ma'am. Class start ചെയ്യാം. Monitoring and improving patient satisfaction എന്ന ചാപ്റ്റർ ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതില് നമ്മള് റീസൺസ് ആണ് നോക്കിക്കൊണ്ടിരുന്നത് അല്ലെ. 5 reasons why you should measure patient satisfaction. Patient satisfaction measure ചെയ്യാനായിട്ടുള്ള 5 reasons ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത്. അതില് ഫസ്റ്റ് റീസൺ ആയിട്ടുള്ള to provide top-tier patient care service നോക്കിയായിരുന്നു നമ്മള്. Then പേഷ്യന്റിന് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും, അതുപോലെ തന്നെ അതിന്റെ ഇംപ്ലിമെന്റിംഗ് സ്ട്രാറ്റജീസ്, ഇതാണ് നമ്മൾ നോക്കിയത്. നെക്സ്റ്റ് നമ്മൾ രണ്ടാമത്തെ പോയിന്റ് പാരഗ്രാഫ് മാത്രം പറഞ്ഞു. ഇവിടെ വരെയല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്. സെക്കൻഡ് റീസണിന്റെ ഒരു പാരഗ്രാഫ് മാത്രമാണ് പറഞ്ഞത് അല്ലെ. നോക്കാം. അപ്പൊ സെക്കൻഡ് റീസൺ നമ്മൾ പറഞ്ഞത് ടു നോ ദ പെർഫോമൻസ് ഓഫ് ഹോസ്പിറ്റൽ സ്റ്റാഫ് അല്ലെ. ഹോസ്പിറ്റൽ സ്റ്റാഫിന്റെ പെർഫോമൻസിന് നമ്മൾ അറിയാൻ വേണ്ടിയിട്ട് അവര് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ, അവരുടെ ടൈം അവർ നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ടോ, പേഷ്യൻസിന് നല്ലൊരു കെയർ കൊടുക്കുന്നുണ്ടോ അല്ലെ, പേഷ്യൻസിന്റെ ആവശ്യാനുസരണം അവരുടെ എന്താണ് ആവശ്യങ്ങൾക്ക് നീഡിനനുസരിച്ചിട്ടുള്ള ഒരു പരിചരണമാണ് കൊടുക്കുന്നത്. ഇതൊക്കെയാണ് നമ്മൾ ടു നോ പെർഫോമൻസ് ദ ഹോസ്പിറ്റൽ സ്റ്റാഫിൽ കണ്ടത്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ആ ഒരു പോയിന്റിൽ തന്നെയുള്ള വാട്ട് ക്യാൻ the hospital do to improve staff performance അല്ലെ. ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളുടെ പ്രവർത്തനങ്ങൾ അവരുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു, എന്തൊക്കെയായിരിക്കാം ചെയ്യാൻ സാധിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി. എന്തൊക്കെ നമുക്ക് സ്റ്റാഫിന് നല്ലൊരു പെർഫോമൻസ്, അതായത് സ്റ്റാഫ് പേഷ്യൻസിന് വേണ്ടി നല്ലൊരു പരിചരണം കൊടുക്കാനും മറ്റുമായിട്ട് ഒരു ഹോസ്പിറ്റൽ എന്ന നിലയിൽ എന്തെല്ലാം കാര്യങ്ങളായിരിക്കും നമ്മള് സ്റ്റാഫുകൾക്ക് വേണ്ടി നമുക്ക് നൽകാൻ കഴിയുന്നത്. പെട്ടെന്ന് കമന്റ് ചെയ്യാം കേട്ടോ, ആലോചിച്ച് നോക്കും. എന്തെല്ലാം കാര്യങ്ങള് നമുക്ക് സ്റ്റാഫിന്റെ പെർഫോമൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഹോസ്പിറ്റലിന് കേട്ടോ. ഇപ്പൊ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്നോ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുന്നത്? എന്തൊക്കെയാണ്? ഒന്നും ചെയ്യാൻ പറ്റില്ല. സാലറിയിൽ വ്യത്യാസങ്ങൾ വരുത്താം. ഓക്കെ, നല്ല പോയിന്റ് ആണ് അല്ലെ. സാലറി കുറച്ച് നമ്മൾ കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പെർഫോമൻസ് അവിടെ ബെറ്റർ ആകും. അങ്ങനെയാണോ? ഓക്കെ. മോട്ടിവേഷൻ ചെയ്യാം അല്ലെ. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു മോട്ടിവേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ വർക്കുകൾ നല്ല രീതിയിൽ ചെയ്യും. അപ്രിസിയേഷൻ നൽകുക, അവരുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു അപ്രിസിയേഷൻ ഒക്കെ കൊടുക്കുക. ഓക്കെ. ദെൻ ട്രെയിനിങ്. ഓക്കെ. ദെൻ സാലറി ബെനഫിറ്റ്സ്, ഇൻസെന്റീവ്സ്, ദെൻ റിവാർഡ് കൊടുക്കാം, ബോണസ് നൽകാം അല്ലെ. അപ്പൊ ഇതെല്ലാം അവര് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളാണ് അല്ലെ. സ്റ്റാഫുകളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടാകും. സോ ഇതൊക്കെ അവർക്ക് ലഭിക്കുകയാണെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, പെർഫോമൻസ് കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ പറ്റും. നമുക്ക് പോയിന്റ്സിലോട്ട് വരാം. നിങ്ങൾ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ അവിടെ ഉണ്ടോ നോക്കാം. ഫസ്റ്റ് വൺ, ജനറേറ്റ് എ വർക്കബിൾ ആൻഡ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ഫോർ സ്റ്റാഫ്. സ്റ്റാഫിന് വർക്ക് ചെയ്യാനായിട്ട് ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ജനറേറ്റ് ചെയ്യാന്ന് അല്ലെ. ഒരു എപ്പോഴും ഭയങ്കര സ്ട്രെസ്സും സ്ട്രെയിനും പിടിച്ചൊരു അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ അത് ശരിക്കും അവരുടെ വർക്കിൽ കാണും അല്ലെ. ഹോസ്പിറ്റൽ ഫീൽഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ കുറച്ച് സ്ട്രെസ്സും സ്ട്രെയിനൊക്കെ പിടിച്ചൊരു ഏരിയ ആണ് അല്ലെ. ആണോ? ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണോ ഹോസ്പിറ്റൽ? ആണോ? ഫ്രീ ആയിട്ട് വളരെ ഹാപ്പി ആയിട്ടാണോ നമ്മൾ അവിടെ വർക്ക് ചെയ്യുന്നത്? ഒരുപാട് സ്ട്രെസ്സും സ്ട്രെയിൻ ഒക്കെ ഉണ്ടാകും അല്ലെ. സോ ഒരു വർക്കബിൾ ആയിട്ടുള്ള നല്ല രീതിയിലായിട്ടുള്ള ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ കൊടുത്താൽ തന്നെ അവർക്ക് അതൊരു മോട്ടിവേഷൻ ആണ്. സോ അവരുടെ വർക്കിൽ നല്ല രീതിയിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇംപ്രൂവ് ചെയ്യാനും സാധിക്കുന്നു. Then second one, ensure hospital staff understand their responsibilities. ഹോസ്പിറ്റൽ സ്റ്റാഫുകൾ അവരുടെ റെസ്പോൺസിബിലിറ്റീസ്, ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക അല്ലെ. അതായത് എന്താണ്, അവരൊന്ന് സൂപ്പർവൈസ് ചെയ്യുക, അവരവരുടെ ഡ്യൂട്ടീസ് ചെയ്യുന്നുണ്ടോ, അവരുടെ ഉത്തരവാദിത്തങ്ങള് പേഷ്യന്റിന് നോക്കുക, അതായത് ഡ്യൂട്ടീസ് അവർ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഇനി മൂന്നാമതായിട്ട് പറയുന്നത് കണ്ടക്ട് ഹോസ്പിറ്റൽ എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ സർവേസ്. നമ്മൾ പറഞ്ഞു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ ചെയ്യാന്ന് പറഞ്ഞു, പേഷ്യൻസിന്റെ ഫീഡ്ബാക്ക് അറിയാൻ വേണ്ടി. അതുപോലെ എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ സർവേയും കൂടി ചെയ്യണമെന്ന്. അതായത് എംപ്ലോയീസിന് അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് സർവേ നമ്മൾ കൊടുത്തിട്ട് ക്വസ്റ്റ്യൻ കൊടുത്ത് അപ്പൊ നമുക്ക് അവരുടെ ഫീഡ്ബാക്ക് എടുക്കാം. അവർക്ക് എന്തെങ്കിലും പോരായ്മയുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു. സോ എന്ത് വേണം, എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ സർവേ നടത്തുക. Then next one, motivate non-performers to enhance their performance. നിങ്ങൾ പറഞ്ഞു മോട്ടിവേഷൻ കൊടുക്കുക അല്ലെ. അപ്പൊ മോട്ടിവേറ്റ് നോൺ പെർഫോമേഴ്സ്,
നോൺ പെർഫോമേഴ്സ് ഉദ്ദേശിക്കുന്നത് എന്താണ്? ചിലവര് ചിലപ്പോൾ കഴിവുണ്ടെങ്കിലും ഒരു ബാക്കോട്ട് നിൽക്കുന്നവരുണ്ടാകാം. ചിലപ്പോൾ അവരിൽ കഴിവുകളൊക്കെ ഉണ്ടാകും, പക്ഷെ അതിനെ മുന്നോട്ടെടുക്കാനായിട്ട് ഇത്തിരി ഒരു ഉൾവലിവുള്ള ആൾക്കാരുണ്ടാകാം അല്ലെ? ഇപ്പൊ നിങ്ങളിലും ഉണ്ടാകും പലവരും. നിങ്ങൾക്ക് ഒത്തിരി കഴിവുകളൊക്കെ ഉണ്ടാകും, പക്ഷെ ഒരു കാര്യം പെട്ടെന്ന് വന്നൊരു പാട്ട് പാടുക അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു സ്പീച്ച് പറയാന്നൊക്കെ പറഞ്ഞാല് ഇപ്പോഴും നിങ്ങൾക്ക് അറിയില്ല എന്നൊന്നല്ല, അറിയാം എങ്കിലും ചിലപ്പോൾ ഒരു സ്റ്റേജ് ഫിയർ ആയിരിക്കാം അല്ലെ? അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ എങ്ങനെ പറയും, അങ്ങനെയുള്ളൊരു മീൻസ് ഒരു ടെൻസ്ഡ് ആയിട്ടുള്ളൊരു മൈൻഡ് ആയിരിക്കാം. അത് എല്ലാവരിലും അങ്ങനെ തന്നെ ആയിരിക്കണമെന്നില്ല. ചിലവർ എന്ത് പറഞ്ഞാലും പെട്ടെന്ന് തന്നെ ചാടി അല്ലെ നമ്മൾ അത് ചെയ്യാൻ തയ്യാറായിരിക്കും. പക്ഷെ പലവരും എന്താ പറയാ, ഒരു 40% ആളുകള് അവരുടെ ഉള്ളിൽ കഴിവുണ്ടെങ്കിലും അതിനെ പുറത്തേക്ക് കൊണ്ടുവരാത്ത ആളുകളാണ് ഇല്ലേ? ആണോ? ഇപ്പൊ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ എത്ര പേരുണ്ടാകും? നമുക്കറിയാം, ഇപ്പൊ ഒരു പാട്ട് പാടാൻ അറിയില്ലാത്തവരുണ്ടോ? അത്ര ഭയങ്കര ഇതായിട്ട് നമ്മൾ പാടില്ലെങ്കിലും അത്യാവശ്യം ഒന്ന് പാട്ടൊക്കെ പാടാൻ കഴിയുമെങ്കിലും നമുക്ക് പേടിയാണ് അല്ലെ? സ്റ്റേജ് ഫിയർ എന്ന് വേണമെങ്കിൽ പറയാം ഇല്ലേ? അങ്ങനെ ഇല്ലേ? നിങ്ങളുടെ കൂട്ടത്തിൽ ആരുമില്ല? എല്ലാവരും തയ്യാറാണോ? പെട്ടെന്ന് ഞാനിപ്പോ എന്തെങ്കിലും ഒരു ടാസ്ക് നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ചെയ്യാൻ തയ്യാറായിരിക്കും? എല്ലാവരും തയ്യാറാവുന്നവരുണ്ടാവാം. ഓക്കെ. അപ്പൊ കുറെ പേര് അങ്ങനെ ഒരു നമുക്കൊരു മോട്ടിവേഷൻ തരികയാണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ചെയ്യും ഇല്ലേ? ഇത് നിങ്ങളോട് ഞാൻ പറയുന്നത് കുഴപ്പമില്ല, ഓക്കെ ചെയ്തോ, എല്ലാവരും ചെയ്തോളൂ, നിങ്ങൾ അങ്ങനെ ഞാനിവിടെ മാർക്കൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നിങ്ങൾ എല്ലാവരും തയ്യാറാകും ഇല്ലേ? സോ നോൺ പെർഫോമേഴ്സ്, അതായത് ഇതുപോലെ തന്നെ കഴിവുകളൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും പെർഫോം ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള സ്റ്റാഫുകളൊക്കെ ആണെങ്കിൽ അവർക്കൊരു മോട്ടിവേറ്റ് കൊടുക്കാറ്. ഓക്കെ. ദെൻ ലാസ്റ്റ് വൺ, റിവാർഡ് ബെസ്റ്റ് പെർഫോമേഴ്സ്. ഇതുപോലെ തന്നെ റിവാർഡ്സ് ഒക്കെ കൊടുക്കാറ് ബെസ്റ്റ് പെർഫോമേഴ്സിന്. നിങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിൽ തന്നെ അറിയാൻ പറ്റും, ഓരോ ഇയർ കഴിയുമ്പോൾ ഇയർ എൻഡിങ്ങിൽ ഇതുപോലെ ഒരു ചെറിയൊരു ഫംഗ്ഷൻ പോലെയൊക്കെ വെച്ചിട്ട് ബെസ്റ്റ് നഴ്സിനുള്ള അവാർഡ് അല്ലെങ്കിൽ ഓഫീസ് സ്റ്റാഫ്, ബെസ്റ്റ് ഓഫീസ് സ്റ്റാഫ്, അങ്ങനെയുള്ള ഓരോ റിവാർഡ്സ് ഒക്കെ കൊടുക്കും. അപ്പൊ ഈ റിവാർഡ്സ് കൊടുക്കുമ്പോൾ അത് മറ്റുള്ളവർക്കും കൂടി ഒരു പ്രചോദനമാണ് അല്ലേ? നെക്സ്റ്റ് ഇയറിൽ ഞാനായിരിക്കണം അവിടുത്തെ ബെസ്റ്റ് സ്റ്റാഫ് എന്നുള്ള ഒരു ചിന്ത നമ്മളുടെ ഉള്ളിൽ എല്ലാവരിലും വരും. സോ അതനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? നല്ല രീതിയിൽ വർക്ക് ചെയ്യാനും തുടങ്ങും. ഓക്കെ. ഇത്രയുമാണ് ഹോസ്പിറ്റലിന് സ്റ്റാഫിന്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. പോയിന്റ്സുകളെല്ലാം ഓക്കെ ആണോ? ക്ലിയർ ആണല്ലോ പോയിന്റ്സും? ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ, വായിച്ചു നോക്കി, പെട്ടെന്ന് വായിച്ചു നോക്കാം കേട്ടോ. 4 പോയിന്റ്സ് നിങ്ങളെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചിട്ടാണ് പോയിന്റ്സിലോട്ട് കടന്നത്. ഓക്കെ, വായിച്ചു നോക്കാം. നോക്കിയാണല്ലോ. Then ഇനി നെക്സ്റ്റ് വീണ്ടും ഇംപ്ലിമെന്റിംഗ് പെർഫോമൻസ് സ്ട്രാറ്റജീസ് ടു ഇംപ്രൂവ് സ്റ്റാഫ് പ്രൊഡക്ടിവിറ്റി അല്ലെ? സ്റ്റാഫിന്റെ ഒരു പ്രൊഡക്ടിവിറ്റി, അവരുടെ ഒരു വർക്ക് കൂട്ടുവാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇംപ്ലിമെന്റിംഗ് മീൻസ് തന്ത്രങ്ങൾ, സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ വീണ്ടും റിപ്പീറ്റ് ഏകദേശം പറയുന്നത്. നോക്കാം. ഇംപ്രൂവ് ദ വർക്ക് എൻവയോൺമെന്റ് ഇംപ്രൂവ് ചെയ്യുക, കുറച്ചുകൂടി ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ഒക്കെ ആക്കുക, എന്നിങ്ങനെയുള്ള രീതിയിൽ എന്ത് ചെയ്യുക? വർക്ക് എൻവയോൺമെന്റ് ഇംപ്രൂവ് ചെയ്യുക. Then രണ്ടാമതായിട്ട് പറയുന്നത് ട്രീറ്റ് സ്റ്റാഫ് മെമ്പേഴ്സ് വിത്ത് റെസ്പെക്ട് അല്ലെ? അതായത് സ്റ്റാഫ് മെമ്പേഴ്സിനോട് ഒരു ബഹുമാനത്തോടു കൂടി പെരുമാറുക, ഒരു റെസ്പെക്റ്റോട് കൂടിയിട്ട് പെരുമാറുക. പ്രൊവൈഡ് ഫീഡ്ബാക്ക് റെഗുലർലി, സ്റ്റാഫുകളുടെ ഫീഡ്ബാക്ക് റെഗുലർ ആയിട്ട് എടുക്കുക. അതായത് നമ്മൾ പറഞ്ഞല്ലോ സ്റ്റാഫ് സാറ്റിസ്ഫാക്ഷൻ സർവേ എടുക്കുക, അപ്പൊ അതിലൂടെ അവരുടെ ഫീഡ്ബാക്ക് നമുക്ക് ലഭിക്കും. ഫീഡ്ബാക്കിലൂടെ എന്താണോ പോരായ്മ അല്ലെങ്കിൽ എന്തിനാണ് അവർക്ക് പോരായ്മയുള്ളത് അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇംപ്രൂവ്മെന്റ്സുകളും കൊടുക്കാം. Then നാലാമതായിട്ട് പറയുന്നത് ബി എംപത്തറ്റിക് ആൻഡ് മോട്ടിവേറ്റ് നോൺ പെർഫോമേഴ്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. നോൺ പെർഫോമേഴ്സിന് എന്ത് ചെയ്യുക? ഒരു എംപത്തറ്റിക് ആവുക, അവർക്കൊരു മോട്ടിവേഷൻസ് കൂടി കൊടുക്കുക. Then എംപതി അറിയാലോ, ഒരു സഹാനുഭൂതി പ്രകടിപ്പിക്കണം അവരോട്. Then last one, acknowledge and reward best performance. Acknowledge എന്ന് വെച്ചാൽ എന്താ മീനിങ്? അവരെ അംഗീകരിക്കുക, അവരുടെ പ്രവർത്തനങ്ങളൊക്കെ എന്ത് ചെയ്യുക? അംഗീകരിക്കണം. അതുപോലെ തന്നെ ബെസ്റ്റ് പെർഫോമേഴ്സിനുള്ള റിവാർഡ്സ് കൊടുക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? നമ്മൾ പറഞ്ഞ പോയിന്റ്സ് ഇല്ലേ, അത് തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ. Then ഇനി അപ്പോ രണ്ടാമത്തെ റീസൺ കംപ്ലീറ്റ് ചെയ്തു. To know the performance of hospital staff. Then ഇനി നമ്മൾ മൂന്നാമത്തെ റീസണിലേക്ക് പോവുകയാണ്. മൂന്നാമത്തെ റീസൺ നോക്കാം. To know miffed and angry patients.
മിഫ്ഡ് ആൻഡ് ആംഗ്രി പേഷ്യൻസ്. മിഫ്ഡ് എന്ന് വെച്ചാൽ എന്താണ്? ഭയങ്കര ദേഷ്യോ അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ ഭയങ്കര ക്ലൂങ്ങിയായിട്ടിരിക്കുക, അല്ലെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെയുള്ള പേഷ്യൻസിനെ തിരിച്ചറിയുക. ഓക്കെ, തിരിച്ചറിയണം. അങ്ങനെയുള്ള പേഷ്യൻസിനെ നമ്മൾ തിരിച്ചറിയുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. Every hospital needs a situation where they should deal with angry patients. Underline ചെയ്യണം. എക്സാമിന് ചോദിക്കാറുണ്ട്. Every hospital needs a situation where they should deal with angry patients. എല്ലാ ഹോസ്പിറ്റൽസും അല്ലെ, ഏതൊരു ഹോസ്പിറ്റലും അവിടെ നമ്മൾ എന്താണ് ആംഗ്രി പേഷ്യൻസിനെ ഡീൽ ചെയ്യണമെന്ന് നിർബന്ധമാണെന്ന്. അതായത് നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിൽ വരുന്നത് എല്ലാവരും ഒരേ ക്യാരക്ടറുള്ള ആളുകളായിരിക്കും. ആണോ? ഹോസ്പിറ്റൽ എന്ന് തന്നെയല്ല, നിങ്ങൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ജോയിൻ ചെയ്തു, അവിടെയുള്ള നിങ്ങൾ ഏതെങ്കിലും ഒരു ഫോമിൽ വർക്ക് ചെയ്യുകയാണ്, എല്ലാവരുടെയും ക്യാരക്ടർ സെയിം ആയിരിക്കും. നിങ്ങളുടെ ക്യാരക്ടർ തന്നെയായിരിക്കും നിങ്ങളുടെ ഫ്രണ്ടിനുള്ളത്. ആണോ? ഇല്ല, വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടേഴ്സുകളായിരിക്കാം. സോ എല്ലാ ഹോസ്പിറ്റലും ആംഗ്രി പേഷ്യൻസിനെ മീറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. നോക്കാം. ഇറ്റ്സ് എ ചലഞ്ചിങ് ടാസ്ക് to cope with such a patient, and especially when they exhibit their frustration on hospital. Okay, അതായത് ഇത് ചലഞ്ചിങ് ടാസ്ക് തന്നെയാണ് ഇങ്ങനെയുള്ള പേഷ്യൻസിനെ ഡീൽ ചെയ്യാന്ന് പറയുന്നത്, അല്ലെ. പലതരത്തിലുള്ള സ്വഭാവക്കാരുണ്ടാകും. സോ അവര് ഡീൽ ചെയ്യാന്ന് പറയുന്നത് വളരെ ചലഞ്ചിങ് ആണ്, വെല്ലുവിളി തന്നെയാണെന്ന്. ടു cooperate with എന്താണ്? To cooperate with such patients, especially when they exhibit their frustration. അല്ലെ, ഒന്നാമത്തെ കാര്യം അവരുടെ നിരാശ, അവരുടെ ഫ്രസ്ട്രേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഒരു നിരാശ പിടിച്ചിരിക്കുന്ന ആ ഒരു ടൈമിലാണെങ്കിൽ അവരെ ആ ഒരു ടൈമിൽ മീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ വെല്ലുവിളിയാണ്, ഒരു ചലഞ്ചിങ് ടാസ്ക് ആണ്. പേഷ്യന്റ് ക്യാൻ ബി അപ്സെറ്റ് ബിക്കോസ് വേരിയസ് റീസൺസ്. അണ്ടർലൈൻ ചെയ്യാം. പേഷ്യൻസ് പലപ്പോഴും അപ്സെറ്റ് ആയിരിക്കും. അതിന്റെ റീസൺസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ പറയുന്നത്. such as delay in appointments. അപ്പോയിന്റ്മെന്റ് ഒക്കെ ഡിലേ ആകുന്നത്. ലോങ് വെയിറ്റ് ടൈം, ലോങ് പേഷ്യന്റ് വെയിറ്റിംഗ് ടൈം, ഒരുപാട് നേരം ഡോക്ടറെ കാണാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴും. then wrong diagnosis and treatment. ചിലപ്പോൾ ട്രീറ്റ്മെന്റിൽ അവർക്ക് ഒരു തൃപ്തി വരാത്ത അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള രീതിയിലുള്ള ഒരു ടെസ്റ്റിങ്ങും അല്ലെങ്കിൽ ഒരു തൃപ്തി ഇല്ലാതെ വരിക. then absence of quality care, ഒരു നല്ലൊരു ഗുണനിലവാരമുള്ള കെയറിലുള്ള ഒരു അഭാവം. then and a lot more. ഇങ്ങനെയുള്ള ഒത്തിരി കാരണങ്ങളാൽ പേഷ്യന്റ് അപ്സെറ്റ് ആയിരിക്കും. സോ ആ ഒരു ടൈമിൽ അവരെ പോയിട്ട് ഡീൽ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ടാസ്ക് തന്നെയാണ്. then if hospital don't address their issues, they might even face legal threats from patients. ഇനി ഇവരുടെ ഈ പ്രശ്നങ്ങളെ നമ്മൾ ഹോസ്പിറ്റലുകാർ മനസ്സിലാക്കിയില്ലെങ്കിൽ അവർ ചിലപ്പോ ലീഗലായിട്ട് അതിനെ നേരിടുന്നു, നിയമപരമായിട്ടൊക്കെ നേരിടേണ്ടി വരുന്നു. ഈ പ്രശ്നങ്ങളിലേക്ക് അത് മുന്നോട്ട് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ഹോസ്പിറ്റൽ cannot disregard such situation, so it's better to learn how to cope with patients. അതിനാൽ തന്നെ എന്ത് വേണം? ഹോസ്പിറ്റല് നല്ല രീതിയിൽ ഇവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയെടുക്കണം. then as a care provider, ഒരു കെയർ പ്രൊവൈഡർ എന്ന നിലയിൽ hospital needs to realize the warning signs and control situation before it gets worsened. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? പ്രശ്നം വഷളാക്കുന്നതിന് മുൻപായിട്ട് തന്നെ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമുക്ക് അതിന്റെ ഒരു സയൻസ്, അടയാളങ്ങൾ തിരിച്ചറിയാൻ പറ്റണമെന്ന്. കാരണം പേഷ്യൻസിന് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, എന്തെങ്കിലും പേഷ്യന്റ് ഇങ്ങനെ വളരെ ആംഗ്രി ആയിട്ടിരിക്കുന്നതാണ്, അപ്പൊ അവര് ഒരു നിയമപരമായിട്ട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന് മുൻപായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? പ്രശ്നം വഷളാകാത്ത രീതിയിൽ അതിനെ ഡീൽ ചെയ്യണം, സോൾവ് ചെയ്യണം. and needed to create best practice and follow them to handle angry patients. then അപ്പൊ നല്ലൊരു എന്താ പറയാ ബെസ്റ്റ് പ്രാക്ടീസ്, അവർക്ക് നല്ലൊരു ആംഗ്രി പേഷ്യൻസിനെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യണമെന്ന്. അവര് പ്രശ്നം വഷളാക്കാത്ത രീതിയിൽ, വഷളാക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ കാര്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരോട് നല്ല രീതിയിൽ അവരെ ഹാൻഡിൽ ചെയ്യാം. അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതിനുള്ളൊരു സൊല്യൂഷൻ നമ്മൾ ചെയ്തു കൊടുക്കാം. ക്ലിയർ ആണോ? ആംഗ്രി പേഷ്യൻസ് അത്രയുള്ളോട് പറയുന്നുള്ളൂ. അതായത് പലതരത്തിലുള്ള പേഷ്യൻസ് ഹോസ്പിറ്റലിൽ വരുന്നുണ്ട്. അപ്പൊ അതിലൊരു വിഭാഗമാണ് ആംഗ്രി പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഒത്തിരി അവർ അബ്സെന്റ് ആവാനായിട്ട് കുറെ റീസൺസ് പറയുന്നുണ്ട്, അല്ലെ. അപ്പൊ ഈ റീസൺസുകൾ നമ്മൾ ഹോസ്പിറ്റലിൽ മൈൻഡ് ചെയ്യണം. മൈൻഡ് ചെയ്യാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ എന്താണ്? അവർ ലീഗലായിട്ട് മറ്റ് പ്രശ്നങ്ങളിലേക്ക് അത് മുന്നോട്ട് പോകും. സോ ഇങ്ങനെയുള്ളൊരു പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വലിയ രീതിയിൽ അതിന് മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കാനായിട്ട് നല്ല രീതിയിൽ അവരെ ഹാൻഡിൽ ചെയ്യാം. ഓക്കെ. then next, what can hospital do to deal with angry patients? എങ്ങനെയാണ് നമുക്ക് ഹോസ്പിറ്റലിലെ ആംഗ്രി പേഷ്യൻസിനെ ഡീൽ ചെയ്യാൻ പറ്റുന്നതെന്ന് ഇതും കൂടി
കംപ്ലീറ്റ് ചെയ്തിട്ട് വായിച്ചു നോക്കിയാൽ പോരെ? മതിയോ? ഈ ആ ഒരു മൂന്നാമത്തെ പോയിന്റ് കംപ്ലീറ്റ് നമുക്ക് എടുത്തു കഴിഞ്ഞിട്ട് വായിക്കാം. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് നമ്മൾ ആംഗ്രി പേഷ്യൻസിന്റെ കാര്യം കണ്ടു. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എങ്ങനെ നമുക്ക് ആംഗ്രി പേഷ്യൻസിനെ എന്ത് ചെയ്യാം, അവര് നമുക്ക് ഡീൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ടേക്ക് എ ഡീപ് ബ്രീത്ത് ആൻഡ് ട്രൈ ടു റിമൈൻ കാം. അല്ലെ, ഒരു ടേക്ക് എ ഡീപ് ബ്രീത്ത്, അതായത് ഒരു ദീർഘശ്വാസം എടുക്കാം, ദെൻ റിമൈൻ കാം. ഒരു എന്താ പറയാ, ദീർഘശ്വാസം എടുത്തതിന് ശേഷം ഒന്ന് കാം ആൻഡ് ക്വയറ്റ് ആവുക, ഒരു ശാന്തതയോടെ ഇരിക്കാൻ പറയുക. ദെൻ gather all the details about patients, diseases, treatment provided to them. Then അവരുടെ രോഗിയുടെ രോഗത്തെ കുറിച്ചും അവരുടെ ചികിത്സാ വിവരങ്ങളെ കുറിച്ചൊക്കെ കളക്ട് ചെയ്യുക. Spend quality time with the patient to detect reasons behind their outburst. എന്താ outburst എന്ന് വെച്ചാൽ പൊട്ടിത്തെറിക്കാന്നൊക്കെ പറയും നമ്മള്, അല്ലെ? നമ്മൾ പറയില്ല, ദേഷ്യപ്പെട്ട് ചിലവരെ പൊട്ടിത്തെറിച്ചെന്ന് പറയും. വളരെ ദേഷ്യത്തോടിരിക്കുന്ന ഒരു ടൈമില് നമ്മൾ ചെന്ന് എന്താണ് കാരണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? പെട്ടെന്ന് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ചെന്ന് പറയാറില്ലേ? നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന ഒരു കാര്യമില്ലേ അത്? അവള് പൊട്ടിത്തെറിച്ചു, ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു എന്ന് നമ്മൾ പറയും, അല്ലെ? അപ്പൊ ഇവിടെ പറയുന്നത് spend quality time with the patient to defend reason behind the out. അപ്പൊ പേഷ്യന്റ് ഒന്ന് കാമാൻ ക്വയറ്റ് ആയിട്ടൊക്കെ ഇരിക്കുമ്പോൾ ആ ടൈമിൽ ഒന്ന് ചോദിക്കാം, എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ദേഷ്യപ്പെട്ടത്, അല്ലെങ്കിൽ പൊട്ടിത്തെറിച്ച് സംസാരിച്ച കാര്യം എന്താണെന്ന് ചോദിക്കാം. ആ പൊട്ടിത്തെറിക്കുമ്പോ പോയിട്ട് ചോദിക്കാൻ പറ്റുമോ നമുക്ക്? ഇല്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് ആളൊന്ന് കാമാൻ ക്വയറ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു ടൈമിൽ എന്ത് ചെയ്യുക, എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ദേഷ്യപ്പെട്ടത്, അതിന്റെ റീസൺ ചോദിക്കാം. Then show empathy and try to solve their issues. അവരോട് ഒരു എമ്പതി കാണിക്കുക, ഒരു സഹാനുഭൂതിയൊക്കെ കാണിച്ചിട്ട് അവരുടെ പ്രശ്നം ഒന്ന് സോൾവ് ചെയ്ത് കൊടുക്കുക. Then avoid giving away to any arguments and defend against tricks. അതായത് ഏതെങ്കിലും വാദങ്ങൾക്കൊന്നും വിട്ടുകൊടുക്കാതിരിക്കാന്ന്. അതായത് ഒരു ചെറിയ പ്രശ്നമാണെങ്കിൽ അതിനെ നമ്മൾ സോൾവ് ചെയ്തെടുക്കുക, അതിനൊരു മറ്റു വലിയ വലിയ പ്രശ്നത്തിലോട്ട് കൊണ്ടുപോകാതിരിക്കുകയാണ്. ഓക്കെ, any arguments and defend against. അതായത് നമ്മൾ ചെറിയ പ്രശ്നമാണെങ്കിൽ അതിനെ എന്ത് ചെയ്യുക, പരിഹരിച്ചു കൊടുക്കുക, അല്ലാതെ മറ്റു പ്രശ്നങ്ങളായിട്ട് മുന്നോട്ട് കണക്ട് ചെയ്ത് പോകാതിരിക്കുക. Last one, protect legally by carefully documenting clinical and administrative complaints. അതുപോലെ തന്നെ ഈ നമ്മൾ ക്ലിനിക്കൽ ആണ് ചികിത്സാപരമായിട്ടും അല്ലെങ്കിൽ മറ്റു ഭരണപരമായിട്ടുള്ള പരാതികൾ ഉണ്ടെങ്കിൽ അത് നിയമപരമായിട്ട് തന്നെ രേഖപ്പെടുത്തിയിട്ട് അതിനുള്ള ഒരു വലിയ വലിയ പ്രോബ്ലംസ് എന്തെങ്കിലും അഡ്മിനിസ്ട്രേറ്റീവിന്റെ ഭാഗത്തു നിന്നോ ചികിത്സാപരമായിട്ട് ഇപ്പൊ വലിയ ചികിത്സാ പിഴവുകളൊക്കെ സംഭവിക്കുകയാണെങ്കിലും അങ്ങനെയൊക്കെ ആണെങ്കിൽ രേഖാമൂലമുള്ള പരാതിയൊക്കെ എഴുതിയിട്ട് അത് പരിഹരിക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ആംഗ്രി പേഷ്യൻസിന് വേണ്ടി നമ്മൾ ഹോസ്പിറ്റലിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് അതിന്റെ implementing strategies to deal with the angry patients. ആംഗ്രി പേഷ്യൻസിനെ ഡീൽ ചെയ്യുന്നതിനുള്ള തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്ന് വീണ്ടും നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. സ്റ്റെപ്പ് 1, 6 സ്റ്റെപ്പ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എഴുതിയിരിക്കുന്നത് ക്ലിയർ ആണോ? ഓക്കെ ആണോ? ടെക്സ്റ്റില് വളരെ കുഞ്ഞിതായിട്ടാണ് എഴുതിയിരിക്കുന്നത്, എങ്കിലും കുഴപ്പമില്ലല്ലോ. അത്യാവശ്യം വായിക്കാൻ പറ്റുന്നുണ്ടോ? ഒരുപാട് വലുതല്ല, തീരെ കുഞ്ഞിതാക്കിയാണ് എഴുതിയിരിക്കുന്നത്, എങ്കിലും എനിക്ക് തോന്നുന്നത് വായിക്കാൻ പറ്റും, അല്ലെ? ഓക്കെ, ഞാൻ വായിക്കാം കേട്ടോ. ഇപ്പൊ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഇനി കംപ്ലീറ്റ് വായിക്കാൻ ക്ലിയർ അല്ലെങ്കിൽ ഒന്ന് എഴുതി വെച്ചോളൂ. സ്റ്റെപ്പ് 1 പറയുന്നത് അക്നോളജ് ആൻഡ് ലിസൺ ടു പേഷ്യൻസ് കംപ്ലൈന്റ്സ് കാംലി. അക്നോളജ്, അംഗീകരിക്കണം അവരുടെ പ്രശ്നങ്ങൾ, പേഷ്യൻസിന്റെ കംപ്ലൈന്റ് നമ്മൾ ശാന്തമായിട്ട് അതിനെ ലിസൺ ചെയ്യുക, കേൾക്കുക, അതിനെ അംഗീകരിക്കുക. സ്റ്റെപ്പ് 1 പറയുന്നത്. സ്റ്റെപ്പ് 2 പറയുന്നത് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ റൂട്ട് കോസ് ഓഫ് ദ പ്രോബ്ലം. പ്രശ്നത്തിന്റെ റൂട്ട് കോസ് മനസ്സിലാക്കുവാണ്. മെയിൻ കാരണം എന്താണെന്ന്, എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവുമല്ലോ പ്രശ്നത്തിന്, സോ ആ റീസൺ മനസ്സിലാക്കുക. സ്റ്റെപ്പ് 3 പറയുന്നത് അവോയ്ഡ് ബീയിങ് ഡിഫെൻസീവ് ആൻഡ് റെസ്പോണ്ട് വിത്ത് എംപതി. ഇനി അതിനെ നമ്മൾ പ്രതിരോധിക്കാന്ന്, അതായത് അവരുടെ പ്രശ്നത്തിന് നമ്മൾ റെസ്പോണ്ട് കൊടുക്കേണ്ടത് എംപതി ആയിട്ടായിരിക്കണം, അല്ലാതെ ഭയങ്കര അവരിങ്ങോട്ട് നമ്മളോട് ഭയങ്കര ദേഷ്യപ്പെട്ടാലും തിരിച്ചും ദേഷ്യപ്പെടുന്ന രീതിയിലല്ല, മറിച്ച് എന്താണ് ഒരു പ്രതിരോധമൊക്കെ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് അവരോടൊരു എംപതി, ഒരു സഹാനുഭൂതി പ്രകടിപ്പിക്കുക. സ്റ്റെപ്പ് 4 പറയുന്നത് make the patient feel that their concerns are taken seriously. പേഷ്യൻസിന് ഒരു ഫീൽ ചെയ്യണം അവരുടെ ആശങ്കകൾ, അല്ലെ? അതായത് അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ എന്താണ് ഗൗരവമായിട്ട് നമ്മൾ എടുക്കുന്നുണ്ടെന്നുള്ള ഒരു തോന്നൽ അവരിൽ ഉണ്ടാക്കണം, അല്ലെ? ചില കേസസുകളിൽ നമ്മൾ പ്രശ്നങ്ങളൊക്കെ പറയുമ്പോൾ ആ പ്രശ്നം വലിയ മൈൻഡ് കാണിക്കില്ല, അല്ലേ? അപ്പോ അവരുടെ പ്രശ്നങ്ങൾ കേട്ട്
നമുക്കൊരു അതിനൊരു സൊല്യൂഷൻ കൊടുത്താലല്ലേ നമ്മളിപ്പോ എന്റെ പ്രശ്നം അവർ കേട്ടു, എനിക്കൊരു സൊല്യൂഷൻ നമുക്ക് കിട്ടി, അല്ലെങ്കിൽ ഞാൻ കൊടുത്ത കംപ്ലൈൻസ് അവർ ഗൗരവമായിട്ട് എടുക്കുന്നുണ്ട്. സോ നമ്മൾ കംപ്ലൈൻസ് കൊടുക്കുമ്പോൾ ആ കംപ്ലൈൻസിന് നമ്മൾ ഗൗരവമായിട്ട് ഹോസ്പിറ്റലിൽ എടുക്കുന്നുള്ള ഒരു ഫീൽ പേഷ്യൻസിൽ ഉളവാക്കി എടുക്കണം. ദെൻ സ്റ്റെപ്പ് 5 പറയുന്നത് അപ്പോളജൈസ് ആൻഡ് ടേക്ക് ക്വിക്ക് ആക്ഷൻ ടു സെറ്റിൽ ദ പ്രോബ്ലം. അല്ലെ, ഇനി എന്തെങ്കിലും ഹോസ്പിറ്റലിന്റെ ഭാഗത്തുള്ള പ്രശ്നങ്ങളാണോ ഉണ്ടായതെങ്കിൽ അവരോട് അപ്പോളജൈസ്, ക്ഷമാപണം ചോദിക്കുക. ദെൻ അവരുടെ പ്രോബ്ലത്തിനെ സെറ്റിൽ ചെയ്യുക. സ്റ്റെപ്പ് 6 പറയുന്നത് കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി അബൌട്ട് വാട്ട് യു ക്യാൻ ഡു അബൌട്ട് ദ സിറ്റുവേഷൻ. ക്ലിയർ ആയിട്ട് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നത്. അതായത് അവരുടെ പ്രശ്നത്തിന് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെ, ഇപ്പൊ ഞങ്ങൾ ഇങ്ങനെ ചെയ്യാം. അപ്പൊ അത് ക്ലിയർ ആയിട്ട് നമ്മൾക്ക് എന്താണ് ഹോസ്പിറ്റലിന് ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് ക്ലിയർ ആയിട്ട് പേഷ്യൻസിനോട് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് 6 സ്റ്റെപ്പായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആണോ 6 സ്റ്റെപ്പുകള്? ഓക്കെ ആണോ? ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. ഇനി 3ാമത്തെ റീസൺ വായിക്കുക, കംപ്ലീറ്റ് ആയിട്ട് വായിക്കണം. ഓരോന്നും മനസ്സിലാക്കി വായിക്കാനുള്ളൂ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. മനസ്സിലാക്കി പോണം വായിക്കാൻ. വായിച്ചു നോക്കാം കേട്ടോ. ഹോസ്പിറ്റലിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, ദെൻ അതിന്റെ ഇംപ്ലിമെന്റിങ് സ്ട്രാറ്റജീസ്. ഏകദേശം നമ്മള് വാട്ട് ക്യാൻ ഹോസ്പിറ്റൽ ഡൂന്റെ സെയിം സംഭവങ്ങളൊക്കെ തന്നെയാണ് വീണ്ടും ഇംപ്ലിമെന്റിങ് സ്ട്രാറ്റജീസിലും വരുന്നത് കേട്ടോ. സ്റ്റെപ്പ് ഒക്കെ എക്സാമിന് ചോദിക്കുമെന്ന്. സ്റ്റെപ്പ് ഒന്നും അങ്ങനെ ഇതുവരെ ചോദിച്ചു കണ്ടിട്ടില്ല കേട്ടോ. അതൊന്നും മനസ്സിലാക്കി പഠിക്കാനാണേ നമ്മൾ മെയിൻ ആയിട്ട് ഞാൻ അണ്ടർലൈൻ ചെയ്യാൻ പറയുന്ന ഭാഗങ്ങൾ. ക്രോസിംഗ് എന്ന് വെച്ചാൽ വഷളാവുക എന്ന് പറയുക, കൂടുതലായിട്ട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന് മുൻപായിട്ട്. പോയിന്റ്സ് ഇംപ്ലിമെന്റ് സ്റ്റെപ്സ് ആയിട്ടൊന്നും അങ്ങനെ ഇതുവരെ ചോദിച്ചിട്ടില്ല. പിന്നെ നമ്മൾ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, അതായത് ഇപ്പോ ആന്റി പേഷ്യൻസിന് നമുക്ക് ഹോസ്പിറ്റലിൽ എങ്ങനെ ഡീൽ ചെയ്യാം, ഈ പോയിന്റ്സുകൾ ഉണ്ടല്ലോ അതൊന്ന് നോക്കി വെച്ചേക്കാം കേട്ടോ. ബൈഹാർട്ട് ചെയ്യണമെന്നില്ല, നമുക്ക് മനസ്സിലാക്കി പഠിച്ചാൽ മതി പോയിന്റ്സുകൾ. ഓക്കെ, ദെൻ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഞാൻ അണ്ടർലൈൻ ചെയ്യാൻ പറയുമ്പോൾ അതനുസരിച്ച് അണ്ടർലൈൻ ചെയ്തിട്ട് പഠിക്കാം. കംപ്ലീറ്റ് ചെയ്തില്ലേ 3ാമത്തെ റീസൺ? ഓക്കെ ആണോ എല്ലാവരും? ദെൻ ഇനി നെക്സ്റ്റ് റീസൺ നോക്കാം, 4ാമത്തെ റീസൺ നോക്കാം. ടു ഇംപ്രൂവ് പേഷ്യന്റ് എക്സ്പീരിയൻസ്, അല്ലെ, പേഷ്യന്റിന്റെ അനുഭവം വർദ്ധിപ്പിക്കുക. നോക്കാം. Most doctors spend a short span of time in which they want to complete various tasks, from catching with patients, understanding their concerns, and providing the required treatment. Most doctors spend a short span. Short span വെച്ചാൽ ഒരു ഷോർട്ട് പീരീഡ് എന്ന് വേണമെങ്കിൽ പറയാം, which they want to complete
various tasks from catching up with the patients, understanding their concerns, and providing the requirement briefs. In such cases, it would be difficult for doctors to address all problems of the patients. Okay. അതായത് നമുക്ക് എല്ലാവർക്കും അനുഭവമുള്ള ഒരു കാര്യമാണ് ഈ പറയുന്നത്. നോക്കാം, ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഡോക്ടറെ ചിലപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ കാണും അല്ലേ. ഇപ്പൊ എനിക്ക് തോന്നുന്നു എക്സ്പെഷ്യലി പറയുകയാണെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളൊക്കെ ആയിരിക്കും. നിങ്ങൾ ഒരു 2 പ്രാവശ്യം ഒരു ഡോക്ടറെ പോയി കണ്ടു, പക്ഷെ നിങ്ങൾ നെക്സ്റ്റ് ടൈം ചെല്ലുമ്പോൾ ആ ഡോക്ടർ അവിടെ ഉണ്ടാവില്ല. ആണോ? ഇത് അനുഭവമുള്ള കാര്യമാണോ? കൂടുതലും എനിക്ക് തോന്നുന്നു ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലൊക്കെയാണ് അങ്ങനെ വരുന്നത് ഇല്ലേ. നമ്മൾ 2-3 പ്രാവശ്യം ചിലപ്പോൾ ആ ഒരു സെയിം ഡോക്ടറെ തന്നെ ആയിരിക്കും കാണുന്നത് അല്ലെ. അപ്പൊ നമുക്ക് നല്ലൊരു അനുഭവമാണ് ആ ഡോക്ടറുടെ ട്രീറ്റ്മെന്റ് ഒക്കെ എല്ലാം ഓക്കെയാണ്. പക്ഷെ നമ്മൾ ചെല്ലുമ്പോഴും ആ ഡോക്ടറോട് മാറിപ്പോയിട്ടുണ്ടാവും, ആള് ചിലപ്പോൾ വേറെ ഹോസ്പിറ്റലിലായിരിക്കും ഇല്ലേ. പ്രൈവറ്റിലും അങ്ങനെയാണ്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലാണ് അങ്ങനെ ഡോക്ടേഴ്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. ഗവൺമെന്റിലല്ലേ കുറച്ചുകൂടി മാറുന്നത്? ആണോ? നിങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത്. പ്രൈവറ്റില് പിന്നെയും കുറച്ചും കൂടി ഉണ്ടാകുന്നത് തോന്നുന്നു അല്ലെ. ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെയാണ് ഇങ്ങനെ ഡോക്ടേഴ്സ് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ നമ്മള് അതൊരു വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. ബുദ്ധിമുട്ടാണോ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്? യെസ്. എന്തൊക്കെയാണ് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ? നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ അനുഭവമാണ് ഞാൻ ചോദിക്കുന്നത്. എല്ലാവരും എക്സ്പീരിയൻസ്ഡ് ആയിരിക്കുമല്ലോ ഇതില്ല അല്ലേ. എന്താണ് ബുദ്ധിമുട്ട്? നിങ്ങൾക്ക് അങ്ങനെ എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്? അപ്പൊ നിങ്ങൾ ചെല്ലുമ്പോ ആ ഡോക്ടർ ഇല്ല എങ്കിൽ എന്തായിരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യുക? ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല, അടുത്ത ഡോക്ടർ ഏതാണോ നമ്മൾ ആളെ കണ്ടിട്ട് മരുന്ന് വാങ്ങിച്ചു പോരും, അങ്ങനെയാണ്. കമ്മ്യൂണിക്കേഷൻ കംഫർട്ടബിൾ ആയിരിക്കില്ല. ഓക്കെ. വേറെ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ? റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ആദ്യമേ തുടങ്ങി നമ്മളുടെ കാര്യങ്ങളെല്ലാം പറയേണ്ടി വരും. ട്രീറ്റ്മെന്റ്സിലും ചിലപ്പോ ആ ഡോക്ടറിന്റെ ട്രീറ്റ്മെന്റ് പോലെ ആയിരിക്കില്ല നെക്സ്റ്റ് അടുത്തൊരു ഡോക്ടറുടെ ട്രീറ്റ്മെന്റ്സുകൾ. ചിലപ്പോ നമുക്ക് ടെസ്റ്റുകളൊക്കെ ആദ്യമേ തുടങ്ങി വീണ്ടും ചെയ്യിപ്പിക്കും. നമ്മൾ ഓൾറെഡി കണ്ട ഡോക്ടറിനാണെങ്കിൽ നമ്മളുടെ കാര്യങ്ങളെല്ലാം അറിയാം അല്ലെ. സംതൃപ്തി ഉണ്ടാവില്ല. ഓക്കെ, അത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ഇതെല്ലാം നമ്മളുടെ അനുഭവമാണ് അല്ലെ, നമ്മളുടെ ഓരോരുത്തരുടെയും എക്സ്പീരിയൻസ് ആണത്. സോ ഇവിടെ പറയുന്നത് മോസ്റ്റ് ഡോക്ടേഴ്സ് ഏറ്റവും മെഡിസിൻസുകളൊക്കെ ചേഞ്ചസ് ഒക്കെ വന്നേക്കാം. ഇവിടെ പറയുന്നത് എല്ലാ ഡോക്ടേഴ്സും ഒരു ഷോർട്ട് സ്പാൻ പീരീഡ് ആണെന്ന്. അതായത് അവർ സ്ഥിരമായിട്ട് നിൽക്കുന്നില്ല, ഒരു ചെറിയൊരു കാലയളവിൽ മാത്രമേ ഡോക്ടേഴ്സ് ഉണ്ടാകുള്ളൂ. സോ അതിനാൽ തന്നെ കുറെ പ്രശ്നങ്ങൾ അവിടെ സൃഷ്ടിക്കുന്നുണ്ടെന്ന്. അതായത് ചിലപ്പോൾ പേഷ്യൻസിന്റെ ആശങ്കകൾ ചിലപ്പോൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല, ചിലപ്പോൾ അവർക്ക് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ പ്രോബ്ലംസ് ഓഫ് പേഷ്യൻസിന്റെ പ്രോബ്ലംസ് ശരിക്കും മനസ്സിലാക്കാം. ചിലപ്പോൾ ടെസ്റ്റുകളൊക്കെ എഴുതിയേക്കണേയിരിക്കും, നമുക്ക് റിസൾട്ട് ഒക്കെ ആയിട്ട് ചെല്ലുമ്പോഴായിരിക്കും ആ ഡോക്ടർ ഉണ്ടാവില്ല. ഇതൊക്കെ പലപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇല്ലേ. ചിലപ്പോൾ നമുക്ക് കുറച്ച് ടെസ്റ്റുകളൊക്കെ എഴുതി നമുക്ക് അത്യാവശ്യം മെഡിസിൻ ഒക്കെ തന്നിട്ടുണ്ടാകും. നമ്മൾ ടെസ്റ്റ് ഒക്കെ ചെയ്ത് റിസൾട്ട് ആയിട്ട് ചെല്ലുമ്പോൾ ഡോക്ടർ വേറെ ആയിരിക്കും ഇല്ലേ. ഇതൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളല്ലേ. ആണോ? യെസ്. ഓക്കെ. അപ്പൊ ഇവിടെ പറയുന്നത് അങ്ങനെ നമ്മൾ ഡോക്ടേഴ്സ് മാറുമ്പോൾ അതനുസരിച്ചിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. If we do not get answers for specific queries like did we provide the desired care, did we give the right advice, it would be difficult for hospitals to improve the patient experience. അപ്പോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ, അതായത് ഡോക്ടേഴ്സ് ഇങ്ങനെ ഒരു ഷോർട്ട് പീരീഡിൽ മാത്രം ഇരിക്കുമ്പോൾ പേഷ്യൻസിന്റെ പല ക്വസ്റ്റ്യൻസിനും ഹോസ്പിറ്റലിൽ ആൻസർ പറയേണ്ടതായിട്ട് വരുന്നത്. എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്? ഡിഡ് വി പ്രൊവൈഡ് ഡിസൈർഡ് കെയർ, ഞങ്ങൾക്ക് ശരിയായിട്ടുള്ള നല്ലൊരു കെയർ ലഭിച്ചോ? പേഷ്യന്റ് ചോദിക്കാണ്. ഡോക്ടേഴ്സ് ഇങ്ങനെ മാറിപ്പോണല്ലേ, അപ്പോൾ ചേഞ്ചസ് ഒക്കെ വന്നു, അപ്പൊ ഞങ്ങൾക്ക് എന്താണ് നല്ലൊരു കെയർ ലഭിച്ചിട്ടുണ്ടോ? റൈറ്റ് അഡ്വൈസ്, ഞങ്ങൾക്ക് നല്ലൊരു ഡോക്ടേഴ്സിന്റെ ഉപദേശം കിട്ടിയിട്ടുണ്ടോ? ഇതിനൊന്നും ആൻസർ ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിന് സാധിക്കില്ല. എന്തുകൊണ്ടാണ്? ഡോക്ടേഴ്സ് ഇങ്ങനെ ഒരു ഷോർട്ട് പീരീഡിൽ മാത്രമുള്ളതിനാൽ. One of the best ways to improve it's by engaging with the patients and addressing their problems correctly after every interaction. അപ്പൊ ഇതിനുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡോക്ടേഴ്സും രോഗിയും തമ്മിലുള്ള ഓരോ ഇന്ററാക്ഷൻസിലും അവരുടെ പ്രോബ്ലംസിനെ ചോദിച്ചറിയുകയാണ്. കൂടുതലായിട്ട് അവര് നല്ലൊരു ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണ്. ചില ഡോക്ടേഴ്സ് നമുക്കറിയാം, നമ്മൾ പല രീതിയിലുള്ള ഡോക്ടേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ടാകും. ചില ഡോക്ടേഴ്സ് എനിക്ക് തോന്നുന്നു ഒരു പേഷ്യന്റിന് ചിലപ്പോൾ ഒരു 2 മിനിറ്റോ 3 മിനിറ്റോ ഒക്കെ മതിയാവും നോക്കാനായിട്ട്. ചിലപ്പോൾ പേഷ്യന്റിന് നോക്ക് പോലും ഉണ്ടാവില്ല. നമ്മൾ ചെന്നിരിക്കുക, ദെൻ മരുന്നുകൾ നമ്മളിങ്ങനെ അസുഖം പറയുന്നു, ചിലപ്പോൾ ഒന്ന് നമ്മൾ ആ സ്റ്റെതസ്കോപ്പ് വെച്ചിട്ട് നോക്കിയ പോലും ഇല്ല ഇല്ലേ. ഒന്ന് നോക്കാൻ തന്നെ കുറെ മെഡിസിൻ നമ്മൾ കുറിച്ച് തരും, കഴിഞ്ഞു, നെക്സ്റ്റ് അടുത്ത ആള് കയറി ഇല്ലേ. പക്ഷെ ഓപ്പോസിറ്റ് ആയിട്ട് നേരെ മറിച്ച് ചില ഡോക്ടേഴ്സ് വളരെ എന്താ പറയാ
ഒരു ആത്മാർത്ഥതയോട് കൂടി അല്ലെ, അവരുടെ ഒരു പ്രൊഫഷൻ മാത്രമല്ല പേഷ്യൻസിനോടുള്ളൊരു എന്താ പറയാ ഒരു ഡെഡിക്കേഷൻ പോലെയാണ് അവർ വർക്ക് ചെയ്യുന്നത്. ഒരു പേഷ്യന്റിന് ചിലപ്പോൾ ഒരു 20 മിനിറ്റ്സോ ചിലപ്പോൾ അരമണിക്കൂർ വരെ എടുക്കും ഡീറ്റെയിൽ ആയിട്ട് അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അതിനുള്ള ട്രീറ്റ്മെന്റ്സ് നല്ല രീതിയിൽ അവരോട് സംസാരിച്ച് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ്സ് കൊറോണ ടൈമിൽ അങ്ങനെയായിരുന്നു. അത് പിന്നെ ഡോക്ടേഴ്സിനായാലും പേടി ഉണ്ടാവുമല്ലോ അല്ലെ. കൊറോണ ടൈമിൽ നോക്കലൊന്നും ഇല്ല, മരുന്ന് എഴുതിയിടാം അങ്ങനെയായിരുന്നു അല്ലെ. പക്ഷെ കൊറോണ ടൈമിന്റെ കാര്യമല്ല ഞാൻ ഇവിടെ പറഞ്ഞത്, അതല്ല അത് ഓക്കെ ശരിയാണ്. എങ്കിലും ഇപ്പോഴും ചില ഡോക്ടേഴ്സ് അങ്ങനെയാണ്. ചിലപ്പോ നല്ല രീതിയിലൊന്നും പരിശോധിക്കുന്നുണ്ടാവില്ല, അവര് മെഡിസിൻ എഴുതി നമുക്ക് തരും അല്ലെ. പക്ഷെ ചില ഡോക്ടേഴ്സ് ഇതുപോലെ ഒരു പേഷ്യന്റിന് തന്നെ 20 മിനിറ്റ്സ് 25 മിനിറ്റ്സോളം എടുത്ത് നല്ല രീതിയിൽ അതൊരു പേഷ്യൻസിനോടുള്ള ഒരു ഡെഡിക്കേഷൻ ആണ് ശരിക്കും അല്ലേ. അത് അവരുടെ ഒരു പ്രൊഫഷൻ എന്നുള്ള രീതിയിൽ പ്രൊഫഷനേക്കാൾ ഉപരി ഒരു ഡെഡിക്കേഷൻ, ഒരു അർപ്പണമാണ് അവർ ചെയ്യുന്ന ഒരു അർപ്പണബോധമാണ് അല്ലെ. അങ്ങനെ പല രീതിയിലുള്ള എന്താണ് ഡോക്ടേഴ്സുകളുടെ സേവനങ്ങളും ലഭ്യമാണ് അല്ലെ. അപ്പൊ ഇപ്പൊ നിങ്ങൾ കാണുന്ന ഡോക്ടേഴ്സ് ആയാലും പലവരും പല ടൈപ്പ് ആയിരിക്കും അല്ലെ. ചിലർക്ക് നല്ല രീതിയിൽ കെയർ ചെയ്യുന്നവരുണ്ടാകും, ചിലവരെന്താണ് അത്രത്തോളം നമുക്കൊരു സംതൃപ്തി തോന്നിയില്ല. ഇപ്പൊ നമ്മൾ സ്ഥിരം കാണുന്ന ഒരു ഡോക്ടറെ നമ്മൾ കണ്ടു, ആ ഡോക്ടർ ഇല്ലെങ്കിൽ ആ ഒരു ദിവസം നമ്മൾ വേറൊരു ഡോക്ടറെ പോയി കാണുമ്പോൾ നമുക്ക് അത്രയും സാറ്റിസ്ഫാക്ഷൻ കിട്ടും. സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുമോ നിങ്ങൾക്ക്? നിങ്ങൾ സ്ഥിരം കാണുന്ന ഡോക്ടറെ അല്ലാതെ വേറൊരു ഡോക്ടറെ പോയി കാണുമ്പോൾ അത്രത്തോളം ചിലര് പറയുന്നത് പോലും അതെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പറയുന്നത് നമ്മളൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. അതിക്ക് മുമ്പ് എന്താണ് മെഡിസിൻസ് ഒക്കെ ഡോക്ടർ എഴുതി കഴിഞ്ഞു അല്ലെ. ഓക്കെ, നമ്മൾ പിന്നെ ഡോക്ടർ എഴുതിയ മെഡിസിൻ ആണല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും, മെഡിസിൻ വാങ്ങിച്ച് നമ്മൾ കഴിക്കും അല്ലേ. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് അതിനാൽ പേഷ്യൻസിനുമായിട്ട് ഓരോ ഇന്റർവെൽസിലും അതായത് ഡോക്ടേഴ്സിനോട് ഇടപെടുമ്പോൾ അത്യാവശ്യം അവരുടെ പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇംപ്രൂവ് പേഷ്യന്റ് എക്സ്പീരിയൻസ്, നിങ്ങളുടെ എക്സ്പീരിയൻസിലൂടെ ഞാൻ അത് കുറച്ചും കൂടി അത് അല്ലെ നിങ്ങളെ കൊണ്ടാണ് ഞാൻ പറയിപ്പിക്കുന്നത് കേട്ടോ. ഈ ഒരു ചാപ്റ്റർ ഞാൻ പറഞ്ഞല്ലോ, അല്ലെങ്കിൽ ഞാൻ തന്നെ ഇങ്ങനെ ഈ ഒരു ചാപ്റ്ററെ കുറിച്ച് ഞാൻ മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നും നിങ്ങൾക്ക്. ഇപ്പൊ ബോറിംഗ് ഉണ്ടോ? ബോറടിക്കുന്നുണ്ടോ? ഉറക്കം വരുന്നുണ്ടോ? ഈ ഒരു ചാപ്റ്റർ അങ്ങനെയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ മാക്സിമം നിങ്ങളുടെ അനുഭവങ്ങളിലൂടെയും നിങ്ങളോട് എക്സ്പീരിയൻസ് ഞാൻ ചോദിക്കുന്നത്. ഓക്കെ, ബോറിംഗ് ഒന്നും ഇല്ലല്ലോ? അല്ലെങ്കിൽ രാവിലെ തന്നെ ഫസ്റ്റ് അവർ തന്നെ ഈ ഒരു ബോറടിപ്പിക്കുന്ന ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ അതിന്റെ ഇടയിൽ കൂടി ഞാനും ഇങ്ങനെ ബോറിംഗ് ആയിട്ട് വായിച്ചു പോയാൽ ശരിയാവില്ലല്ലോ. ഓക്കെ അല്ലേ? സ്പീഡ് ഓക്കെ ആണോ? കുറച്ച് സ്പീഡിൽ പറഞ്ഞു പോണേ കേട്ടോ. അധികം സ്ലോ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലർക്ക് ഉറക്കം വരും, അല്ലെങ്കിൽ എന്താണ് ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാനായിട്ട്. ഇത് ഈ ചാപ്റ്റർ ജനറൽ ആയിട്ടുള്ളൊരു ടോപ്പിക് ആണ്. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് നമ്മളുടെ അനുഭവങ്ങളായിട്ട് അതിനെ ലിങ്ക് ചെയ്ത് കണക്ട് ചെയ്ത് പറഞ്ഞാല് നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. ബോറിംഗ് ആയിട്ട് ഇതുവരെ തോന്നിയ ആർക്കെങ്കിലും ഓക്കെയാണോ? എല്ലാവരും ക്ലിയർ ആണോ? ഇടയ്ക്ക് ചെറിയ ഉറക്കമൊക്കെ വരും അല്ലെ, അത് കുഴപ്പമില്ല, വിട്ടുകളഞ്ഞേക്കാം. ഓക്കെ, ദെൻ അപ്പൊ നമ്മള് പേഷ്യന്റ് എക്സ്പീരിയൻസ് ആണ് നോക്കിയത്. ഇനി നമുക്ക് അതിന്റെ വാട്ട് ഹോസ്പിറ്റൽ ക്യാൻ ഡു ഇംപ്രൂവ് പേഷ്യന്റ് എക്സ്പീരിയൻസ്. പേഷ്യന്റിന്റെ എക്സ്പീരിയൻസ് വർദ്ധിപ്പിക്കാനായിട്ട് ഹോസ്പിറ്റലിന് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ സാധിക്കുന്നത് നോക്കാം. Establish a centralized hospital information system to streamline hospital processes, patient registration, appointment schedule, generating bills, publishing lab test reports, setting up reminders, etc. ഒരു സെൻട്രലൈസ്ഡ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. സെൻട്രലൈസ്ഡ് എന്ന് വെച്ചാൽ മീനിങ് എന്താ? സെൻട്രലൈസ്ഡ് എല്ലാം കൂടി ഒരു ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ വെക്കാവുന്ന. അതായത് എക്സാമ്പിൾ എന്തൊക്കെയാണ്? പേഷ്യന്റിന്റെ രജിസ്ട്രേഷനും അപ്പോയിന്റ്മെന്റിന്റെ ഷെഡ്യൂളിങ്ങും ദെൻ ബിൽസിന്റെ കാര്യങ്ങള്, അതുപോലെ തന്നെ ലബോറട്ടറി റിപ്പോർട്ട്സും റിമൈൻഡേഴ്സും, ഇതെല്ലാം ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു വിവര സംവിധാനം നിർമ്മിക്കുക. അതായത് നമ്മള് സിസ്റ്റത്തിൽ അപ്ലോഡ് ചെയ്യില്ലേ, അതെല്ലാം ഒരൊറ്റ ഇതിലാക്കാതെ സെപ്പറേറ്റ് ആക്കാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടി ഒന്നിച്ച് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ സിസ്റ്റം കൊണ്ടുവരിക. Then second point, focus on each patient and provide personalized patient care. ഓരോ പേഷ്യൻസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് അവർക്ക് പേഴ്സണൽ ആയിട്ടുള്ള ഒരു കെയർ കൊടുക്കാണ്. ഓരോ പേഷ്യൻസിന് പേഴ്സണൽ ആയിട്ടുള്ള ഒരു വ്യക്തിഗതമായിട്ടുള്ള ഒരു പരിചരണം കൊടുക്കും. Then read out to patients and communicate with them on different channels. റീഡ് ഔട്ട് ചെയ്യാന്ന്, പേഷ്യൻസിനെ വായിക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവിടെ ഉദ്ദേശിക്കുന്നത്? ബുക്ക് എടുത്ത് വായിക്കുന്നത് പോലെ വായിക്കാനാണോ അവിടെ പറയുന്നത്? പേഷ്യൻസിനെ വായിക്കുക എന്ന് പറഞ്ഞാല് എന്തായിരിക്കും?
കേൾക്കുക, പേഷ്യൻസിനോട് അവരുടെ പ്രശ്നങ്ങളൊക്കെ ചോദിച്ചറിയുക, അവരെ മനസ്സിലാക്കുക, അല്ലെ? മനസ്സിലാക്കുക, അവരെ കേൾക്കുക. വിത്ത് ദം ഓൺ ഡിഫറെന്റ് ചാനൽസ്. ഡിഫറെന്റ് ചാനൽസ് എന്ന് വെച്ചാൽ പല മാർഗങ്ങളിലൂടെയെന്ന്. അതായത് ഇപ്പൊ അവര് ഫ്രീ ടൈം ഒക്കെ ഇരിക്കുമ്പോഴും അല്ലെങ്കിൽ അഡ്മിറ്റ് ആവുന്ന ടൈമിലൊക്കെ അവരോട് പോയിട്ട് സ്പെൻഡ് ചെയ്യുക, അങ്ങനെയുള്ള പല രീതിയിൽ പല മാർഗങ്ങളിലൂടെ. Then conduct patient surveys to collect valuable feedback. പേഷ്യൻസിന്റെ സർവേ ഒക്കെ നടത്തിയിട്ട് അവരുടെ ഫീഡ്ബാക്കുകൾ എന്ത് ചെയ്യുക, കളക്ട് ചെയ്യുക. അപ്പോ സർവേയിലൂടെ നമുക്ക് പേഷ്യൻസിന്റെ പോരായ്മകൾ എന്തൊക്കെയാണെന്ന് അറിയാൻ പറ്റിക്കൊണ്ട് അതിന് ഇംപ്രൂവ്മെന്റ്സുകൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നു. Then try to understand how patient perceive the quality of care given. അതുപോലെ തന്നെ എന്താണ്, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്, അല്ലെ? രോഗി പരിശീലനത്തിന്റെ ഒരു ഗുണനിലവാരം, നല്ല രീതിയിലുള്ള ക്വാളിറ്റി രോഗി അനുഭവിക്കുന്നുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതായത് നമ്മൾ കൊടുക്കുന്ന സേവനങ്ങള് ഒരു ക്വാളിറ്റി ഉള്ളതാണോ എന്ന് നമ്മൾ മനസ്സിലാക്കുക. Then last one, discuss the stakeholders and implement quality measures. Stakeholders എന്ന് വെച്ചാൽ ആരാ? സ്റ്റേക്ക്ഹോൾഡേഴ്സ്, അതായത് ഓഹരി ഉടമ എന്നൊക്കെ പറയും. ഇവിടെ വരുന്നത് ഹോസ്പിറ്റലിലെ മാനേജേഴ്സും മറ്റുമാകാം. സോ നമ്മള് എന്താണ്, ഗുണനിലവാര നടപടികൾ, അതായത് ക്വാളിറ്റി മെഷേഴ്സ് ഇംപ്ലിമെന്റ്, പുതിയ ഗുണനിലവാരം, ടെക്നോളജിക്കലി ഇംപ്രൂവ്മെന്റ്സ് ഡെവലപ്പ് ചെയ്യാനുള്ള മാർഗങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുക. മാനേജേഴ്സും മറ്റുമായിട്ടൊക്കെ കുറച്ചും കൂടി പേഷ്യൻസിന് അല്ലെങ്കിൽ പുതിയ എക്യുപ്മെന്റ്സ് കൊണ്ടുവരാനോ അല്ലെങ്കിൽ പുതിയ ഡെവലപ്മെന്റ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുക. ഓക്കെ, ഇത്രയുമാണ് ഒരു പേഷ്യന്റിന്റെ അനുഭവം വർദ്ധിപ്പിക്കാനായിട്ട് ഹോസ്പിറ്റലിൽ ചെയ്യാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് സ്ട്രാറ്റജീസ് എല്ലാം ഒരു പേഷ്യന്റ് എക്സ്പീരിയൻസ് പിരമിഡ് പോലെയാണ് തന്നിരിക്കുന്നത്. പിരമിഡ് ഇമ്പോർട്ടന്റ് ആണ്, അതൊന്ന് പഠിച്ചു വെക്കണം. സിമ്പിൾ ആണ്, ഒന്നുമില്ല, 4 കാര്യങ്ങൾ മാത്രം അതിൽ ആ ഒരു പിരമിഡിന്റെ ഉള്ളിൽ വരുന്ന 4 കാര്യങ്ങൾ പഠിക്കാനുള്ളൂ. 2 സെയിം ആണ്. ഓക്കെ, ബാക്കി 3 ഉള്ളൂ. നോക്കാം. പേഷ്യന്റിന്റെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. താഴെയും മുകളിൽ പേഷ്യന്റിന്റെ എക്സ്പീരിയൻസ് ആണ്. പേഷ്യന്റ് സെൻട്രിക് സർവീസ്. സെൻട്രിക് എന്ന് വെച്ചാൽ എന്താണ്? പേഷ്യൻസിന് കുറച്ച് മുൻഗണനയുള്ള സേവനങ്ങൾ കൊടുക്കുന്നു. പേഷ്യന്റിന്റെ ജേർണി, പേഷ്യന്റിന്റെ ഒരു യാത്രയാണ്, അല്ലെ? യാത്ര എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് പേഷ്യന്റ് ട്രിപ്പ് പോകുന്നതല്ല കേട്ടോ, പേഷ്യൻസിന്റെ ഒരു അനുഭവം, അല്ലെ? പേഷ്യന്റിന്റെ ഒരു യാത്രയാണ് ആ ഹോസ്പിറ്റലിൽ പേഷ്യന്റ് പോകുന്നതും മെഡിസിൻ വാങ്ങിക്കുന്നതും അവിടുത്തെ പേഷ്യൻസിന് ലഭിക്കുന്ന ട്രീറ്റ്മെന്റ്സുകളും ടെസ്റ്റുകളും എല്ലാ സേവനങ്ങളും അതിനെ കൂടി ചേർത്തിട്ടാണ് പേഷ്യന്റ് ജേർണി എന്ന് പറയുന്നത്. ഓക്കെ, ഒരു പേഷ്യന്റിന്റെ എക്സ്പീരിയൻസ്, പേഷ്യന്റ് സെൻട്രിക്, പേഷ്യന്റ് ജേർണി. അപ്പോ ഈ പിരമിഡിനകത്തെ ചിലപ്പോ ഏതെങ്കിലും ഒരെണ്ണം വിട്ടിട്ട് ചോദിക്കാം. ഓക്കെ, മനസ്സിലായോ? ക്വസ്റ്റ്യൻ ആ ഒരു രീതിയിലായിരിക്കും വരുന്നത്. എന്തെങ്കിലും ഒരെണ്ണം ചിലപ്പോ പേഷ്യന്റ് ജേർണി എന്നുള്ളത് അവിടെ വിട്ടുപോയിട്ടുണ്ടാവും. അപ്പൊ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് അങ്ങനെ ഒരു രീതിയിലൊക്കെയാണ് ക്വസ്റ്റ്യൻ വരാറ്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. നോക്കിയേ, ഇവിടെ പുറത്ത് എഴുതിയിട്ടുണ്ട് പേഷ്യന്റിന്റെ അനുഭവം അല്ലെങ്കിൽ പേഷ്യന്റിന്റെ ജേർണിയും പേഷ്യന്റിന്റെ എക്സ്പീരിയൻസും. ഹൗ ദ പ്രാക്ടീസ് എൻഗേജ് വിത്ത് ഇറ്റ്സ് പേഷ്യൻസ്. രോഗികളുടെ എങ്ങനെയാണ് അതിന്റെ ഇടപെടുന്നത്, അതായത് പേഷ്യൻസിന്റെ ഇടപെടലുകളിലെ രോഗികളോടുള്ള ഇടപെടലുകൾ, സ്റ്റാഫുകളുടെ ഇടപെടലുകളാണ്. അതാണ് ആ ഒരു ജേർണിയിലെ യാത്രയിലുള്ള ഇടപെടലുകൾ. പേഷ്യന്റ് എക്സ്പീരിയൻസ് പേഷ്യന്റ് സെൻട്രിക് സർവീസിൽ പറയുന്നത് വാട്ട് വാല്യൂ ദ പ്രാക്ടീസ് ഡെലിവേഴ്സ് ടു ഇറ്റ്സ് പേഷ്യൻസ്. രോഗികൾക്ക് എങ്ങനെയൊക്കെയാണ് അവരുടെ പരിചരണം ഡെലിവർ ചെയ്ത് കൊടുക്കുന്നതെന്ന്. ഓക്കെ, അപ്പൊ പുറത്തുള്ളത് നോക്കണ്ട, നിങ്ങൾ അകത്തുള്ള ഈ 4 പോയിന്റ്സ് പഠിക്കാം കൃത്യമായിട്ടും. ഓക്കെ, പിരമിഡിന്റെ ഉള്ളിൽ വരുന്ന ഈ 4 കാര്യങ്ങൾ ഓർത്തിരിക്കാം, പഠിക്കാൻ എളുപ്പമാണല്ലോ. ആ ഒരു ഓർഡർ നോക്കി വെക്കണേ. പേഷ്യന്റ് എക്സ്പീരിയൻസ്, പേഷ്യന്റ് ജേർണി താഴെ നിന്ന് പഠിക്കാം, അതാണ് കുറച്ചും കൂടി എളുപ്പം തോന്നുന്നത്, അല്ലെ? പേഷ്യന്റിന്റെ എക്സ്പീരിയൻസ് ആണ് താഴെ, ടോപ്പിലും പേഷ്യന്റിന്റെ എക്സ്പീരിയൻസ് ആണ്. പേഷ്യന്റിന്റെ ജേർണി ആണ് സെക്കൻഡ് വരുന്നത്. പേഷ്യന്റ് സെൻട്രിക് സർവീസ്. ഓക്കെ, ഇപ്പൊ തന്നെ പഠിച്ചില്ലേ എല്ലാവരും? പിരമിഡ് പഠിച്ചു എല്ലാവരും? ഓക്കെ, വായിച്ചു നോക്കാം. 4ാമത്തെ റീസൺ ടു ഇംപ്രൂവ് പേഷ്യന്റ് എക്സ്പീരിയൻസ്. പെട്ടെന്ന് ഓടിച്ചിട്ട് വായിക്കരുതും, സമയം എടുത്ത് മനസ്സിലാക്കി വേണം വായിക്കാൻ. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. പിരമിഡ് നോക്കണം, ഇമ്പോർട്ടന്റ് ആണ്.
എക്സ്പീരിയൻസ് അങ്ങനെ തന്നെയാണ് കേട്ടോ. 2 ടൈപ്സ് ഉണ്ട്. ഓക്കെ, ടെക്സ്റ്റിൽ അങ്ങനെയാണോ? നിങ്ങളുടെ ടെക്സ്റ്റിൽ മാറ്റമൊന്നും ഇല്ലല്ലോ? ഇല്ല. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? 4ാമത്തെ പോയിന്റ് റീസൺ. Then last one, 5th reason കൂടി നമുക്കൊന്ന് പറയാം. To improve patient retention. Retention എന്ന് വെച്ചാൽ എന്താണ്? രോഗിയെ നിലനിർത്തുക എന്നൊക്കെയുള്ള ഒരു മീനിങ് ആണ്. നോക്കാം. It's more cost effective to withhold old patients than to get new patients. അല്ലേ? ഇതൊരു എന്താ മോർ കോസ്റ്റ് എഫക്റ്റീവ് ആണെന്ന് അല്ലേ? അതായത് ഒരു കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ് എന്ത്? പഴയ രോഗികളെ, അതായത് ഹോൾഡ് ഓൾഡ് പേഷ്യൻസ്, പഴയ രോഗികളെ എന്ത് വേണം? അതായത് നമ്മൾ പുതിയ രോഗികളെ, ന്യൂ പേഷ്യൻസിനെ ലഭിക്കാൻ വേണ്ടിയിട്ട്, പുതിയ രോഗികളെ ലഭിക്കാൻ വേണ്ടിയിട്ട് പഴയ രോഗികളെ തടഞ്ഞു നിർത്തുക എന്നുള്ളത് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണെന്ന്. എന്താണ് ഈ പറയുന്നത് പറയാം. റിട്ടേണിംഗ് പേഷ്യന്റ് വിൽ റിസൾട്ട് ഇൻ ഗ്രേറ്റർ ROI. അണ്ടർലൈൻ ചെയ്യുക, എക്സാമിന് ചോദിക്കാറുണ്ട്. ROI സ്റ്റാൻഡ് ഫോർ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. അതായത് പുതിയ പേഷ്യൻസുകൾ വരുന്നത് നമുക്ക് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് അല്ലേ? ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ നിങ്ങൾക്ക് അറിയാലോ, സേവനം മാത്രമാണ് അവിടെ. ആണോ? ഫീസും കാര്യങ്ങളൊന്നും ഇല്ലാത്ത സേവനം മാത്രമാണോ ചെയ്യുന്നത്? ആണോ? ഇല്ല അല്ലേ? നമുക്കൊരു ഡോക്ടറെ കാണാനും കൺസൾട്ടേഷൻ ഫീസ് തുടങ്ങി അല്ലെങ്കിൽ ഓരോ ടെസ്റ്റുകൾക്കും നല്ലൊരു എമൗണ്ടിൽ എന്താണ് ഫീസ് വരുന്നുണ്ട്. സോ തിരിച്ചു വരുന്ന പേഷ്യൻസ് അവർക്കൊരു ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് ശരിക്കും. Then happy patients can be hospital best advocates. Underline ചെയ്യാ, happy patients ഹോസ്പിറ്റലിന്റെ ബെസ്റ്റ് അഡ്വക്കേറ്റ്സ് ആണെന്ന്. അഡ്വക്കേറ്റ്സ് എന്ന് വെച്ചാൽ എന്താണ്? സന്തുഷ്ടരായിട്ടുള്ള രോഗികള് ഹോസ്പിറ്റൽസിന്റെ കുറച്ച് നമ്മൾ പുറമേ പറയും അല്ലെ? ഇപ്പൊ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും മറ്റുള്ളവരോട് അത് പറയും. നമ്മൾ ഹാപ്പി ആണെങ്കിൽ, നമ്മൾ അവിടുത്തെ സേവനങ്ങൾ സംതൃപ്തി ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് തീർച്ചയായിട്ടും നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ നമ്മൾ പറയാറുണ്ട്. പറയാറില്ലേ നിങ്ങള്? നല്ലതാണെങ്കിൽ നിങ്ങൾ പറയാതിരിക്കോ? ചീത്തയാണെങ്കിൽ കുറച്ച് പറയുള്ളോ? ഇല്ല. ഓക്കെ, they will keep coming back. ബ്ലാക്ക് എന്നാണോ ടെക്സ്റ്റിൽ എങ്ങനെയാ കിടക്കുന്നത്? ബ്ലാക്ക് എന്നാണോ ടെക്സ്റ്റില്? ഓക്കെ, ബാക്ക് എന്നാക്കാട്ടോ. BACK ബാക്ക്. എല്ലാം കൂടെ വെട്ടിക്കളഞ്ഞേക്കാം, എല്ലാം വെട്ടിക്കളയാം. ഓക്കെ, ബാക്ക് കേൾക്കാം. കമ്മിങ് ബാക്ക് ടു ആപ്റ്റ് ഫോർ കേട്ടോ. കമ്മിങ് ആപ്റ്റ് ഫോർ സർവീസ് ആക്കാം. അല്ലെങ്കിൽ ആ OPT ഉണ്ടോ? ബാക്ക് ടു കഴിഞ്ഞിട്ടേ OPT വേണ്ട, അത് അങ്ങോട്ട് വെട്ടിക്കളഞ്ഞേക്കോ. അത് വേണ്ട, വെട്ടിക്കളഞ്ഞേക്കോ. ഞാൻ വായിക്കാം, ഒന്നും കൂടി ശ്രദ്ധിക്കാം. They will keep coming back to for services even suggest the hospital to their friends and families. അപ്പോ ഹാപ്പി ആയിട്ടുള്ള പേഷ്യൻസുകൾ എപ്പോഴും ഹോസ്പിറ്റലിന്റെ ബെസ്റ്റ് അഡ്വക്കേറ്റ്സ് ആയിരിക്കും. അതുപോലെ അവർ എന്ത് ചെയ്യും? അവരുടെ ഫ്രണ്ട്സിന്, ഫാമിലിക്കൊക്കെ ആ ഹോസ്പിറ്റല് സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. Then apart from providing quality care, employ some of the best patient procurement strategies to make patient feel worth. അതായത് എന്താണ്? രോഗിക്ക് അവർ നമ്മൾ കൊടുക്കുന്ന കെയറുകൾ ഒരു മൂല്യമുള്ളതായിട്ട് തോന്നാൻ വേണ്ടിയിട്ട് പേഷ്യന്റ് പ്രൊക്യൂർമെന്റ് എന്ന് വെച്ചാൽ സംഭരണം എന്നാണ് അർത്ഥം. അതായത് പേഷ്യൻസിന്റെ കുറച്ചും കൂടി നല്ലൊരു തന്ത്രങ്ങൾ കൊണ്ടുവരണം എന്ന്. പേഷ്യൻസിന്റെ ഫീൽ, അതായത്
നമ്മൾക്ക് പേഷ്യൻസിന് നല്ല രീതിയിലുള്ള ഒരു പരിചരണമാണ് ലഭ്യത സംഭരണം എന്നൊക്കെ പറയാം. അതായത് നല്ല രീതിയിലുള്ള ഒരു ക്വാളിറ്റി കെയർ ആണ് ലഭിക്കുന്നതെന്ന് ഫീല് വരണമെങ്കിൽ അതിനുള്ള കുറച്ചും കൂടി നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ള കെയറുകൾ ഹോസ്പിറ്റലിൽ കൊടുക്കുകയാണ്, പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ROI അണ്ടർലൈൻ ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് സെന്റൻസ് കൂടി അണ്ടർലൈൻ, രണ്ട് കാര്യങ്ങൾ അതിൽ അണ്ടർലൈൻ ചെയ്യാനുണ്ട് കേട്ടോ. ROI, then എന്താണ്, happy patients can be hospital best advocate. Okay. Then അതിന്റെ അടുത്ത പോയിന്റ് നോക്കാം. What can hospitals do to upgrade patient retention? നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും റിട്ടൻഷൻ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് നോക്കാം. Generate a comfortable and inviting atmosphere in the hospital. ഹോസ്പിറ്റലിനുള്ളിൽ ഒരു നല്ലൊരു കംഫോർട്ടബിൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് ജനറേറ്റ് ചെയ്യുക. Intimate the patients in advice about treatment procedures. ചികിത്സാ നടപടിക്രമങ്ങളെ കുറിച്ചിട്ടുള്ള പേഷ്യൻസിന് എന്ത് വേണം, ഒരു അഡ്വൈസുകൾ കൊടുക്കുക. നമ്മൾ ഇങ്ങനെയാണ് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പോകുന്നത്. അല്ലെങ്കിൽ ചില പേഷ്യൻസ് ഒക്കെ എല്ലാവരും ഒരുപോലെ സിറ്റുവേഷൻസ് ഒന്നും വരുന്നവരായിരിക്കില്ല. ചിലപ്പോൾ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിയുമ്പോഴായിരിക്കും നല്ലൊരു ബിൽ എമൗണ്ട് ഒക്കെ വരുന്നത് അല്ലെ. സോ അപ്പൊ ട്രീറ്റ്മെന്റ്സിന്റെ കാര്യങ്ങളൊക്കെ അവരോട് അഡ്വൈസ് ചെയ്യുകയാണ്. ഇങ്ങനെയാണ് ട്രീറ്റ്മെന്റ്, അല്ലെങ്കിൽ നമുക്ക് അഡ്മിറ്റ് ചെയ്യണം, ചിലപ്പോൾ സർജറി ചെയ്യേണ്ടതാണെങ്കിൽ സർജറി ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ കാര്യങ്ങൾ നമുക്ക് മുൻകൂട്ടി പേഷ്യൻസിനെല്ലാം പറഞ്ഞു കൊടുക്കുക. Excel patients' expectations and provide the best treatment. അല്ലെ, അതായത് എക്സൽ പേഷ്യൻസ് എക്സ്പെക്ടേഷൻ, അതായത് പേഷ്യന്റിന്റെ എക്സ്പെക്ടേഷന് അതിന് പുറമെ നല്ലൊരു ബെസ്റ്റ് ട്രീറ്റ്മെന്റ് അവർക്ക് കൊടുക്കാന്ന്. അതായത് എന്താണോ എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത് അതിനേലും കുറച്ചും കൂടി മികച്ചതായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ്സ് ആയിരിക്കണം നമ്മൾ പേഷ്യൻസിന് കൊടുക്കുക. Conduct follow-up survey after the visits. അതായത് ഓരോ വിസിറ്റ്സിന് ശേഷവും എന്താണ് സർവേ കണ്ടക്ട് ചെയ്യുകയാണ്. ഫീഡ്ബാക്ക് അറിയാൻ വേണ്ടിയിട്ട് സർവേക്ക് കണ്ടക്ട് ചെയ്യുക. ഇൻസ്ട്രക്ട് ആൻഡ് ഇൻഫോം പേഷ്യൻസ്. പേഷ്യൻസിനെ ഉപദേശിക്കുകയും ചെയ്യണം, വിവരങ്ങളൊക്കെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഇംപ്ലിമെന്റിംഗ് സ്ട്രാറ്റജീസ് കൂടെ ഒന്ന് നോക്കാം. ഇവിടെ പറയുന്നത് ഇങ്ങനെ ഒരു മാച്ച് ദ ഫോളോയിങ് പോലെ കൊടുത്തിരിക്കുകയാണ് കേട്ടോ. നോക്കാം. റിട്ടൈൻ എക്സിസ്റ്റിംഗ് പേഷ്യൻസ്, വിൻ ബാക്ക് ലോസ്റ്റ് പേഷ്യൻസ്. അല്ലെ, നിലവിലുള്ള രോഗികളെ എന്ത് ചെയ്യുക, റിട്ടൈൻ ചെയ്യുക, പുനഃസ്ഥാപിക്കുക. വിൻ ബാക്ക് ലോസ്റ്റ് പേഷ്യൻസ്, നഷ്ടപ്പെട്ടു പോയിട്ടുള്ള പേഷ്യൻസിനെ തിരികെ കൊണ്ടുവരിക. എങ്ങനെ നഷ്ടപ്പെട്ടു പോയവരാ? ചിലപ്പോൾ ചില പേഷ്യൻസ് ഡോക്ടേഴ്സ് ഒക്കെ മാറിയപ്പോൾ വേറെ ഹോസ്പിറ്റലിൽ തേടിപ്പോയി കാണും. അല്ലെങ്കിൽ ഇവിടെ ചിലപ്പോൾ ഫെസിലിറ്റി കുറവാണെങ്കിൽ മറ്റു നല്ല ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റലിൽ തേടിപ്പോകും. സോ അവര് തിരിച്ചു കൊണ്ടുവരിക. തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഫെസിലിറ്റികൾ വർദ്ധിപ്പിക്കുക. ദെൻ കെയർ ഒക്കെ നല്ല രീതിയിൽ കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പോയ പേഷ്യൻസ് ഒക്കെ തിരിച്ചു വരും. ദെൻ രണ്ടാമതായിട്ട് പറയുന്നത് കണ്ടക്ട് പേഷ്യന്റ് ഫീഡ്ബാക്ക് സർവേസ്. സർവേസുകൾ കണ്ടക്ട് ചെയ്യുക. ആസ്ക് പേഷ്യന്റ് വൈ ദേ ലെഫ്റ്റ്. ഈ സർവേയിലൂടെ എന്തുകൊണ്ടാണ് പേഷ്യൻസ് പോയതെന്ന് തിരിച്ചറിയുക. സർവേ നടത്തുമ്പോൾ നമുക്കറിയാലോ എല്ലാവരുടെയും റീസൺ എന്താണ്, അല്ലെങ്കിൽ എവിടെയാണ് പോരായ്മ വന്നിരിക്കുന്നത്. ചിലപ്പോൾ ഫെസിലിറ്റിയിലാകാം, അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ്സിന്റെ കാര്യത്തിലാകാം, ചിലപ്പോൾ സ്റ്റാഫുകളുടെ പ്രവർത്തനത്തിലാകാം. സോ ആ റീസൺ ലെഫ്റ്റ് ആയതിന്റെ റീസൺസ് കണ്ടെത്തുക. കണ്ടക്ട് ബിൽഡ് എ സോഷ്യൽ കമ്മ്യൂണിറ്റി, ഇന്റൻസിഫൈസ് ദെയർ റിട്ടേൺ. അതായത് എന്താണ്, ഒരു സാമൂഹികമായിട്ടുള്ള ഒരു കൂട്ടായ്മ കൊണ്ടുവരിക. സൊസൈറ്റിയിലെ ഒരു ഭാഗമാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഒരു സാമൂഹികമായിട്ടുള്ള ഒരു കൂട്ടായ്മ കൊണ്ടുവരിക. ഇൻസെന്റിവൈസ് ദെയർ റിട്ടേൺസ്. റിട്ടേൺസിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയാണ്, അവരുടെ തിരിച്ചുവരവിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അതായത് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി നല്ലൊരു ഹോസ്പിറ്റൽ, നല്ലൊരു ഫെസിലിറ്റി ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് ഈ തിരിച്ച് ലെഫ്റ്റ് ആയി പോയവരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, തിരിച്ചു കൊണ്ടുവരിക. റിവാർഡ് പേഷ്യന്റ് ലോയാലിറ്റി. ഒരു വിശ്വസ്തതയ്ക്ക് ഒരു റിവാർഡ് കൊടുക്കുകയാണ്. പേഷ്യൻസിന്റെ വിശ്വസ്തതയ്ക്ക് റിവാർഡ് കൊടുക്കുക. പ്രൊവൈഡ് എ സോഷ്യൽ പ്രൂഫ്. ഒരു സോഷ്യൽ എന്താണ് പ്രൂഫ് കൊടുക്കാന്ന്. അതായത് പ്രൂഫ് കൊടുക്കാന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ ആദരവും അംഗീകാരവും കൊടുക്കുമല്ലോ, അപ്പോൾ എന്തെങ്കിലും ഒരു പ്രൂഫ് കൊടുക്കുക. ലിസൺ ടു ദ വോയിസ് ഓഫ് പേഷ്യൻസ്. പേഷ്യൻസിനെ മനസ്സിലാക്കുക, അവരുടെ പ്രശ്നങ്ങൾ കണ്ടെത്തുക. റിസോൾവ് ഇഷ്യൂസ് ഓഫ് പേഷ്യൻസ്. പ്രശ്നം കണ്ടെത്തി അതിന്റെ ഇഷ്യൂസ് റിസോൾവ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത്രയുമാണ് ഇംപ്ലിമെന്റിംഗ് സ്ട്രാറ്റജീസിൽ പറയുന്നത്. ഇനി ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേകം വായിച്ച് പഠിക്കണം. ഓക്കെ, ഫിഫ്ത്ത് റീസൺ വായിച്ചു നോക്കാം.
കംപ്ലീറ്റ് ചെയ്തോ? വായിച്ചെല്ലാവരും റീസൺസ്? ഓക്കെ, ഇപ്പൊ നമ്മളുടെ റീസൺസ് 5 ലോയാലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? വിശ്വസ്തത. Importance of measuring patient satisfaction. 5 reasons why should measure patient satisfaction. 5 എന്തുകൊണ്ടാണ് നമ്മൾ അല്ലെങ്കിൽ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ അളക്കുന്നതിനുള്ള കാരണങ്ങളാണ്. 5 റീസൺസ് ആണ് നമ്മളിപ്പോ കംപ്ലീറ്റ് ചെയ്തു. To provide top tier patient care service. Second one, to measure hospital staff performance. Then third one, to know angry and miffed patients. Then fourth one, to improve patient care experience, to improve patient retention rate. 5 റീസൺസും then എങ്ങനെ നമുക്ക് അതിനെ ഇംപ്രൂവ് ചെയ്യാം, then അതിനുള്ള സ്ട്രാറ്റജീസും. ഈ 5 റീസൺസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണോ എല്ലാവരും? ക്ലിയർ ആണോ? 5 റീസൺസ്. അപ്പൊ അതില് അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞ ഭാഗങ്ങളും പ്രത്യേകം പഠിക്കാൻ പറഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ കൃത്യമായിട്ട് പഠിക്കാം. ഓക്കെ, ഓക്കെ ആണോ എല്ലാവരും? കുഴപ്പമില്ലല്ലോ? കുറച്ചുപേരെ കുറഞ്ഞിട്ടുണ്ടോ ക്ലാസ്സില്? എല്ലാവരും നന്നായിട്ട് ക്ലാസ് കേട്ടിരിക്കായിരുന്നോ? ഓക്കെ, നന്നായിട്ട് വായിക്കാം കേട്ടോ. പിന്നെ നെക്സ്റ്റ് 5 റീസൺ കഴിഞ്ഞിട്ടുള്ള അടുത്ത സെക്ഷൻ ആണ് ഇനി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ തുടങ്ങിയാണ് നമ്മൾ. റിട്ടൻഷൻ എന്ന് വെച്ചാൽ വീണ്ടെടുക്കുക എന്ന് പറയില്ലേ, തിരികെ കൊണ്ടുവരിക എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഓക്കെ, താങ്ക് യു ഓൾ. Thank you, ma'am. Thank you, ma'am.